സംസ്ഥാനത്ത് വീണ്ടും മഴ മുന്നറിയിപ്പ് 8 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വീണ MS ആണ് ചേരുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി. വീണ, എങ്ങനെയാണ്, ഏതൊക്കെ ജില്ലകൾക്കാണ് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്, മറ്റെന്തൊക്കെ വിവരങ്ങൾ? സംസ്ഥാനത്ത് വീണ്ടും മഴ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. 8 ജില്ലകൾക്ക് ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ ജില്ലകൾക്കാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വീണ്ടും മഴ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് വന്നിരിക്കുകയാണ്. വീണ MS അല്പസമയത്തിനകം തന്നെ ചേരും കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി. വീണ, മറ്റെന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ? ആര്യശ്രീ, ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇന്ന് 8 ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പുള്ളത്. മിതമായ രീതിയിലുള്ള മഴ ഉണ്ടാകുമെന്നാണ് ഈ ഒരു മുന്നറിയിപ്പിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നതും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, അതുപോലെ തന്നെ തൃശൂർ ഉൾപ്പെടെയുള്ള 8 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. വരുന്ന മണിക്കൂറുകളിൽ ഈ ഒരു മഴ ശക്തി പ്രാപിക്കുവാനുള്ള ഒരു സാഹചര്യം തള്ളിക്കളയാനാകില്ല. നിലവിൽ ഈ ലക്ഷദ്വീപ് തീരത്തോ അല്ലെങ്കിൽ കേരള തീരത്തോ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയില്ല. എങ്കിൽ പോലും ഈ കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടാകാമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ന്യൂനമർദ്ദത്തിന്റെ പരിണിത ഫലമായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് മറ്റൊരു മഴ മുന്നറിയിപ്പ് കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ വെള്ളക്കെട്ടുകളിലടക്കം ഇറങ്ങുന്ന സാഹചര്യം, അതായത് വെള്ളക്കെട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് കൂടി പറയുന്നുണ്ട്. കൂടാതെ തന്നെ മലയോര മേഖലകളിലടക്കം ഒറ്റപ്പെട്ട മേഖലകളിലും ശക്തമായിട്ടുള്ള മഴ ലഭിക്കുവാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്.